മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയാണ് ഓരോ പ്രഭാതവും. എത്ര വലിയ അനുഗ്രഹമാണ് ദൈവം നമ്മളോട് ചൊരിഞ്ഞിരിക്കുന്നത്. ദൈവം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ ഭൂമിയുടെ ഭാഗമാകുവാൻ ദൈവം നമ്മെ അനുവദിച്ചതിനെ ഓർത്ത് ഈ വചന ശുശ്രൂഷയെ മാതാവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. മാതാവിനോടുള്ള മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് വളരെ പ്രത്യേകമായിട്ട് എല്ലാ നമ്മുടെ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടിയും വളരെ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിലുള്ള കുഞ്ഞുമക്കൾ, നാം അറിയുന്ന മക്കൾ, നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള മക്കൾ, ദൈവവചനത്തിൽ വളരുവാനും ദൈവവചനം പഠിക്കുവാനും ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന മക്കളായി തീരുവാനും വേണ്ടി എല്ലാ കുഞ്ഞുമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ സഹായകനെ, ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരണമേ. ഞങ്ങൾ വായിക്കാൻ പോകുന്ന വചനഭാഗങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അങ്ങയുടെ ശക്തി ഞങ്ങളിലേക്ക് അങ്ങ് ഒഴുക്കണമേ. ഇന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുവാനും ഞങ്ങൾ ആയിരിക്കുന്നിടത്തും ഞങ്ങൾ സഞ്ചരിക്കുന്നിടത്തുമെല്ലാം അവ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ കൃപയിലായിരുന്നു കൊണ്ട് അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വചനം വായിച്ച് ധ്യാനിച്ച് ഇന്നത്തെ ധ്യാന ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 6, വാക്യങ്ങൾ 4 മുതൽ 9 വരെ. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം.
അവ കയ്യിൽ ഒരു അടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ദൈവം നമ്മളോട് പറയുന്നത് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള കുറച്ച് വചനങ്ങളിലൂടെയാണ്. ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത മനോഹരമായ നിയമങ്ങളാണ് അവരെ ഒരു ജനതയായി പിടിച്ചു നിർത്തിയത്. ദൈവം തിരഞ്ഞെടുത്ത ജനമാണ് ഇസ്രായേൽ ജനം. എന്നാൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അത്ര നന്മ നിറഞ്ഞതായിരുന്നില്ല. പലപ്പോഴും പരദേശിയായിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ വസിക്കേണ്ടി വന്ന ജനമാണ് ഇസ്രായേൽ ജനം. അവരെ ഒരുമിച്ച് നിർത്തിയ ചില വചനഭാഗങ്ങളാണ് നാം ഇന്ന് കേട്ടത്. ഇസ്രായേലെ കേൾക്കുക, ക്ഷമ ഇസ്രായേൽ. അവർ ഒരു യഹൂദൻ മറ്റൊരു യഹൂദനെ കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ട് ഈ വചനങ്ങൾ. ഇസ്രായേലെ കേൾക്കുക. അവരെങ്ങനെയാണ് തന്നെ അഭിസംബോധന ചെയ്തതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇസ്രായേലെ കേൾക്കുക. നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ജാഗരൂകതയോടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരു അടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. നിങ്ങളുടെ കട്ടിൽ കാലിന്മേലും പടിവാതിലിന്മേലും അവ എഴുതി വയ്ക്കണം. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചു. അവ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവം പറഞ്ഞതനുസരിച്ച് അവർ ജീവിച്ചു. അവർ ജീവിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് ഈ വചനമായിരുന്നു. പരസ്പരം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തതും മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചതും അവരെ ചേർത്ത് നിർത്തിയതും ഈ വചനങ്ങളാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നാം മക്കളെ വളർത്തേണ്ടത് എങ്ങനെയെന്ന് ബൈബിൾ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമതായിട്ട് വചനം പറഞ്ഞു കൊടുക്കണം. നാം എവിടെ ആയിരിക്കുമ്പോഴും വചനത്തെപ്പറ്റി സംസാരിക്കണം. വീട്ടിലായിരിക്കുമ്പോൾ, സ്കൂളുകളിലായിരിക്കുമ്പോൾ, ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, നാം യാത്ര ചെയ്യുമ്പോൾ, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ്, എഴുന്നേറ്റ് കഴിയുമ്പോൾ, പള്ളിയിലേക്ക് പോകുന്ന വഴികളിൽ നാം നമ്മുടെ അധരങ്ങളിലും ഹൃദയത്തിലും കൊണ്ടു നടക്കേണ്ട ഒന്നാണ് ദൈവവചനം. ഈ ദൈവവചനമാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്, ഒരു ദിവസത്തിന് ബലം നൽകുന്നത്. പ്രതിസന്ധികളിൽ നമുക്ക് താങ്ങായിട്ട് മാറുന്നത് ഈ ദൈവവചനമാണ്. ഇസ്രായേല് അവർക്ക് ലഭിച്ച വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചപ്പോൾ ആ വചനങ്ങൾ അവർക്ക് ശക്തി പകർന്നു. അവർ ഏത് പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോഴും ഈ വചനങ്ങൾ അവരെ ശക്തിപ്പെടുത്തി. 119-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: തീർത്ഥാടകനായി പാർക്കുന്നിടത്ത് അങ്ങയുടെ പ്രമാണങ്ങളായിരുന്നു എൻ്റെ ഗാനം. ബുദ്ധിമുട്ടുകളുടെ സമയത്ത്, സങ്കടങ്ങളുടെ സമയത്ത്, കഷ്ടപ്പാടുകളുടെ സമയത്ത് ഓരോ യഹൂദനും ഉള്ളിൽ കൊണ്ടു നടന്ന ദൈവത്തിൻ്റെ വചനം അവന് ശക്തി പകർന്നു. അതുതന്നെയായിരുന്നു അവൻ്റെ ഗാനം. ദൈവം പറഞ്ഞ വചനങ്ങൾ അവർ ഹൃദയത്തിൽ സൂക്ഷിച്ചപ്പോൾ, അത് അവരുടെ കുഞ്ഞുമക്കൾക്ക് പകർന്നു കൊടുത്തപ്പോൾ, അത് അവരുടെ മക്കള് ഉള്ളിൽ സ്വീകരിച്ചു. ആ സ്വീകരിച്ച വചനമാണ് അവരെ ചേർത്ത് നിർത്തിയത്. ആ വചനമാണ് അവർക്ക് ശക്തി പകർന്നത്. ആ വചനമാണ് ഒരു ജനതയായിട്ട് രൂപപ്പെടുന്നതിൽ അവരെ സഹായിച്ചത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു.
ഈശോ വളർന്നതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പരിശീലിപ്പിക്കണം. അതിന് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വചനം പകർന്നു കൊടുക്കുക, ബൈബിൾ വായിക്കാൻ നിർബന്ധിക്കുക, വചനത്തിലെ വേരൂന്നിയ ഒരു ക്രിസ്തീയ ജീവിതം പടുത്തുയർത്തുന്നതിൽ നിങ്ങൾ ഉത്സാഹരാകുക. ദൈവവചനമാണ് നമ്മെ ചേർത്ത് നിർത്തുന്നത്. ദൈവവചനമാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്. ദൈവവചനമാണ് മരണം വരെ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ വളരുവാൻ അവർക്ക് കരുത്ത് നൽകുന്നത്. ഇന്നത്തെ ഈ വചനഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നിയമാവർത്തന പുസ്തകത്തിൽ നാം വായിച്ചതുപോലെ ഈ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കാം. ജാഗരൂകതയോടെ ദൈവത്തിൻ്റെ വചനങ്ങൾ മക്കൾക്ക് പകർന്നു കൊടുക്കാം. നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ ഓരോ സാഹചര്യമനുസരിച്ച് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർക്കാം. പലപ്പോഴും നമ്മുടെ വീടിൻ്റെ കട്ടില വാതിലുകളിലും പടിവാതിലിനുമേലെല്ലാം നാം വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അവ ഒന്നുകൂടി പോയി വായിച്ചു നോക്കുക. ആ വചനമനുസരിച്ച് ജീവിക്കുവാൻ ആ വീട്ടിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. വചനത്തിൻ്റെ ആത്മാവ് നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുമ്പോൾ അത് ഐക്യത്തിൻ്റെ ആത്മാവായി, സമാധാനത്തിൻ്റെ ആത്മാവായി, സ്നേഹത്തിൻ്റെ ആത്മാവായി, സന്തോഷത്തിൻ്റെ ആത്മാവായി ആ ഭവനത്തിൽ വസിക്കുന്നു. അത് ആ ഭവനത്തെ ചേർത്ത് നിർത്തുന്നു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അവരെ ഒരുമിച്ച് കൂട്ടുന്നു. അവർ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ വേണ്ടി ആത്മാവ് അവരെ സഹായിക്കുന്നു. അവർ ആയിരിക്കുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം പകർന്നു കൊടുക്കുവാൻ അവർക്ക് കൃപ ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ കൊച്ചുമക്കൾക്ക് അത് പകർന്നു കൊടുക്കുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുവാൻ വേണ്ടി, ഈ വചനത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിലെ ഐശ്വര്യം പകർന്നു നൽകാൻ വേണ്ടി. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ. സകല സ്വർഗവാസികളോടും ചേർന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്യേക ദൈവത്തിന് ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുന്നു. സകല വിശുദ്ധരുടെയും കൃപകളോട് ചേർന്ന് മാലാഖമാരുടെ കാവല് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥൻ്റെ പ്രത്യേക അനുഗ്രഹവും ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരുടെ കൃപകളും കാവൽ ദൂതന്മാരുടെ അനുഗ്രഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിയൻ കൂടാരങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി നമുക്കൊരു ജപമാല ഇന്ന് ചൊല്ലാം. ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിന് വേണ്ടിയും ഗുഡ്നസ് ടിവിക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാതാവേ, അമ്മയുടെ കാപ്പയ്ക്ക് കീഴിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. എന്നും ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നവരായിട്ട് മാറുവാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ചോദിച്ചു തരണമേ. രോഗികളായിട്ട് കഴിയുന്ന എല്ലാവരും സമർപ്പിക്കുന്നു. പഠനത്തിൻ്റെ മേഖലകളിലായിരിക്കുന്നവർ, വിവിധ ജോലി സാഹചര്യങ്ങളിലായിരിക്കുന്നവർ, പ്രാർത്ഥനാ നിയോഗങ്ങൾ അറിയിച്ചവർ, നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവർ, എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഇപ്പോൾ ഓർക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും അനുപമമാകും നിറമേതും പോയി ഞാൻ നിത്യത തേടി ഇടനെഞ്ചിൽ തേങ്ങലുമായി നിൽക്കേ നിറമേതും പോയി ഞാൻ നിത്യത തേടി ഇടനെഞ്ചിൽ തേങ്ങലുമായി നിൽക്കേ നിത്യപുരോഹിത ആശ്വാസതീരമായി തീർന്നിടുമീ കൂദാശയിൽ നീ ചേർക്കണേ നിന്ദയാവായ്പിലെന്നെ അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും അനുപമമാകും പകലിൻ നടുവിലും പാതിരായിരുൾ പോൽ പാപങ്ങളും എന്നും വരവും പകലിൻ നടുവിലും പാതിരായിരുൾ പോൽ പാപങ്ങളും എന്നും വരവും സോദരരോടും നിന്നോടുമെന്നുമേ ചൊല്ലുന്നൊരു വേള ഇത് വീടണയുന്നൊരു സുഖമാണിത് അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും അനുപമമാകും
ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവവചനം കേൾക്കുവാനും ദൈവവചനം ഉള്ളിൽ കൊണ്ടു നടക്കുവാനും സഞ്ചരിക്കുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ പരിമളമായിട്ട് മാറുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹം സമൃദ്ധമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിനമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സഭയോട് ചേർന്ന് മാർപ്പാപ്പയോട് ചേർന്ന് എല്ലാ കർദിനാൾമാരോടും മെത്രാപ്പൊലിത്താന്മാരോടും മെത്രാന്മാരോടും എല്ലാ വൈദികരോടും എല്ലാ സന്യസ്തരോടും എല്ലാ ആത്മായരോടും ചേർന്ന് ഏക മനസ്സോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.